മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു. മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശിക അടക്കമുള്ള 3200 രൂപ വീതം പെൻഷൻ വിതരണം ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന 7 ലക്ഷത്തോളം വരുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആനുകൂല്യം എത്തിച്ചേരും. തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ അടിസ്ഥാനമാക്കിയാണ് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചത്. NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 1000 വരെയുള്ള കേന്ദ്ര വിഹിതം ആധാർ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിയതായി സേവന സൈറ്റ് സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത മാസങ്ങളിലെ തുകയോടൊപ്പം തന്നെ 3200 രൂപ വീതം 2 ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യും. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണ നടപടികൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകൾ കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നു കൂടിയുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹരെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ വിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 24 വരെ കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ സമീപിച്ച് നിശ്ചിത തുക ഫീസ് ഈടാക്കി പൂർത്തിയാക്കണമെന്നുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. നടപടികളെല്ലാം പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് വരാൻ പോകുന്ന 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയും തനതു മാസത്തിലെ പെൻഷൻ അർഹതയുള്ളത്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.